Assalamu alaikum. Welcome to our next class, transporting plants. Water potential. Water potential is the difference in the energy of the water molecules in the solution. ഒരു സൊല്യൂഷനിലെ വാട്ടർ മോളിക്യൂൾസിൻ്റെ ഫ്രീ എനർജിയുടെ ഡിഫറൻസിനെ പറയുന്ന പേരാണെന്ത്? വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യൽ പാസ്കലിലാണ് മെഷർ ചെയ്യുക. പിന്നെ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സൈ ആണ്. അപ്പം സൈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്നർത്ഥം. വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് എ പ്യൂർ വാട്ടർ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഒരു പ്യൂർ വാട്ടറിൽ എക്സ്ട്രാസ് ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ, പ്രഷറില്ല, സൊല്യൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാൽ വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് ദ പ്രോട്ടോപ്ലാസം ഈസ് ഈക്വൽ ടു ദ പ്യുവർ വാട്ടർ പൊട്ടൻഷ്യൽ. പക്ഷേ അതിൻ്റെ സൈൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ടു ദ വാട്ടർ പൊട്ടൻഷ്യൽ. 0 ആണെന്നാണ് പറഞ്ഞത് പ്യുവർ വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ പ്രോട്ടോപ്ലാസത്തിൻ്റെയോ ഈക്വൽ ആണെങ്കിലും നെഗറ്റീവ് സൈൻ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ദ ഡിഫറൻസ് ഇൻ ദ ഫ്രീ എനർജി. എന്നാൽ കെമിക്കൽ പൊട്ടൻഷ്യൽ, അതിനുള്ളിൽ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് എ പ്യുവർ വാട്ടർ മോളിക്യൂൾസ്, ഓരോ വാട്ടർ മോളിക്യൂൾസിൻ്റെയും ഇൻ ദ സൊല്യൂഷൻ, അതാണ് അതിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ. ആൻഡ് ഓഫ് എ പ്യുവർ വാട്ടർ. അപ്പോൾ എപ്പോഴും വാട്ടർ പൊട്ടൻഷ്യൽ ഏതിലാണ് കൂടുതൽ ഉണ്ടാവുക? പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ പൊട്ടൻഷ്യലാവും. പ്യുവർ വാട്ടറിലാണല്ലോ വാട്ടർ മോളിക്യൂൾസിൻ്റെ കണ്ടന്റ് കൂടുക. നമ്മൾ ലൈം വാട്ടർ ഗ്ലാസ് എടുക്കുക, ഒരു ഗ്ലാസ് പ്യുവർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ലൈം വാട്ടറിനകത്ത് ലൈം സൊല്യൂഷൻ ഉണ്ട്, ഷുഗർ ഉണ്ട്, ഇതെല്ലാ പാർട്ടിക്കിൾസിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. പ്യുവർ വാട്ടറിൽ വെറും വാട്ടർ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. കമ്പയർ ടു ദിസ് ടു കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് ഏറ്റവും കൂടുതൽ ഏതിലായിരിക്കും? പ്യുവർ വാട്ടറിലായിരിക്കും. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ എന്തിലായിരിക്കും? പ്യുവർ വാട്ടറിലായിരിക്കും. ഇവിടെ സൊല്യൂട്ട്സ് ആഡ് ചെയ്ത് കാരണം അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവിനേക്കാളും കൂടുതലല്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഗ്രീക്ക് ലെറ്റർ സൈ. ഈ ഒരു ചിഹ്നത്തിലാണ് പൊട്ടൻഷ്യലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് ദ പ്രോട്ടോപ്ലാസം ഈസ് ഈക്വൽ ആണ്. വാട്ടർ പൊട്ടൻഷ്യൽ പ്രോട്ടോപ്ലാസം ഈക്വൽ ആണ്. പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യലോട് ഈക്വൽ ആണ് വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്രോട്ടോപ്ലാസം. ബട്ട് ഓപ്പോസിറ്റ് സൈൻ, നെഗറ്റീവ് സൈൻ ആണ്. ഓപ്പോസിറ്റ് ഇൻ സൈൻ ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ ടു ദ ഡിഫ്യൂസ് പ്രഷർ ഡെഫിസിറ്റ്. ഡിഫ്യൂസ് പ്രഷർ ഡെഫിസിറ്റ് ഉള്ളത് കാരണം അതിൻ്റെ സൈൻ നെഗറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ പാസ്കൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്താ? സൈ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് dPd. dPd എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസ് പ്രഷർ പൊട്ടൻഷ്യൽ. പ്യുവർ വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും എന്താണ്? 0 ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു വാട്ടർ പൊട്ടൻഷ്യലിനെ എഫക്റ്റ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട്. ഒരു പ്യുവർ വാട്ടറിനകത്ത് എത്ര സൊല്യൂട്ട് ചേർക്കുന്നുവോ അതിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. പ്യുവർ വാട്ടറിൽ ആദ്യം ഉണ്ടായിരുന്ന വാട്ടർ പൊട്ടൻഷ്യൽ 0 എന്ന് പറഞ്ഞ് അതിൽ സൊല്യൂട്ട് ചേർക്കുന്നവർ എന്താ? അത് ഡിക്രീസ് ചെയ്ത് വരും. എത്രമാത്രം സൊല്യൂട്ട് ആഡ് ചെയ്യുന്നുവോ അത്രയും ഡിക്രീസ് ചെയ്ത് വരും. ഏത്? വാട്ടർ പൊട്ടൻഷ്യൽ. പ്രഷർ. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കോൺസെൻട്രേഷൻ സൊല്യൂട്ട് നെഗറ്റീവ് സൈൻ ആവും. ചേർക്കുന്നത് കാരണം എന്താണ്? വാട്ടർ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ ആണ്. നെഗറ്റീവ് ആണ് എന്ത്? സൊല്യൂട്ട് പൊട്ടൻഷ്യലിൻ്റെ സൈൻ. ഇനി പ്രഷർ. ഇപ്പോൾ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വാട്ടർ പൊട്ടൻഷ്യൽ 0 ആണ്. നമ്മൾ എക്സ്ട്രാ പ്രഷർ അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസിൻ്റെ ഫ്രീ എനർജി കുറച്ചും കൂടി കൂടും. നമ്മൾ ടൈറ്റാക്കിയിട്ട് ഒരു വെള്ളത്തിനകത്ത് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള കൂട്ടിയിടിക്കാനുള്ള ചാൻസസ് കൂടും. അപ്പോൾ പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട് അപ്പോൾ എന്താണ്? പോസിറ്റീവ് ചാർജാണ്. വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ ചാർജ് പ്ലസ് ചാർജ് ആയിട്ട് മാറും. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്ലസ് പ്രഷർ പൊട്ടൻഷ്യൽ. ഒരു വാട്ടർ പൊട്ടൻഷ്യൽ ഈക്വൽ ടു എന്താണ്? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ടു പ്രഷർ പൊട്ടൻഷ്യൽ. പ്രഷർ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയതുകൊണ്ട് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? 0 ആണ്. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു എസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ എസ് എന്താണ്? നെഗറ്റീവ് സൈൻ ആണ്. ഇനി വാട്ടർ പൊട്ടൻഷ്യൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാ? സൈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്ടർ പൊട്ടൻഷ്യൽ, സൈ എസ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഓർ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. അത് ഓസ്മോസിസ് നമുക്ക് ക്ലിയർ ആവും.
ആൻഡ് psi p എന്ന് പറഞ്ഞാൽ പ്രഷർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പ്രഷർ. ഇനി എന്താണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. ദ എമൗണ്ട് ബൈ വിച്ച് എ വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് റെഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ പ്രഷർ ഓഫ് ദ സൊല്യൂട്ട്. സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. ദ എമൗണ്ട് ബൈ വിച്ച് ദ വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് റെഡ്യൂസ്ഡ്, റെഡ്യൂസ് ചെയ്ത് വരികയാണ് ആസ് എ റിസൾട്ട് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ സൊല്യൂട്ട്. സൊല്യൂട്ട് എത്രയാണ് ആഡ് ചെയ്യുന്നത് അത്രയും വാട്ടർ പൊട്ടൻഷ്യൽ അതിൻ്റെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഓസ്മോട്ടിക് പ്രഷർ. അത് എന്തിനോട് ഈക്വൽ ആണ്? ഓസ്മോട്ടിക് പ്രഷറിനോട് ഈക്വൽ ആണ്. ബട്ട് ഹാസ് നെഗറ്റീവ് വാല്യൂ. അതിന് നെഗറ്റീവ് വാല്യൂ ആണുള്ളത്. നെക്സ്റ്റ് പ്രഷർ പൊട്ടൻഷ്യൽ. പ്രഷർ പൊട്ടൻഷ്യൽ പോസിറ്റീവ് പ്രഷർ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്. which develop in the system due to the osmotic entry of the water. Osmotic entry of the water, ഒരു വെള്ളം അതിലേക്ക് കടക്കുമ്പോൾ അതിലുണ്ടാവുന്ന പ്രഷർ ഇറ്റ് ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓർ ടർഗർ പ്രഷർ. ഒരു സെല്ലിനകത്ത് വെള്ളം എക്സ്ട്രാസ് കടക്കുകയാണ്. അങ്ങനെ കടക്കുമ്പോൾ അതിന് എന്ത് ശരിക്കും പറയാ? പ്ലസ് ആണ്. പ്രഷർ മാത്രം കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും. ഇനി ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് യൂഷ്വലി പോസിറ്റീവ് വാല്യൂ. ഇപ്പൊ നമ്മൾ ഒരു അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, വെള്ളം കടന്നു കഴിഞ്ഞാൽ അത് ടർഗിഡായി വീർത്ത്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും അതിലത്തെ വാട്ടർ മോളിക്യൂൾസിനെ വിഹിക്കാനുള്ള ഇത് കുറച്ചുകൂടി കൂടുകയാണ്. അപ്പൊ അത് പോസിറ്റീവ് ചാർജ് എന്ന് വരിക. The positive pressure which develops in the system due to the osmotic entry of the water in it, അതാണ് pressure potential. The positive pressure which develops, positive pressure and which develops in a system due to the osmotic entry of the water. Osmotic entry, water enter ചെയ്യുന്നതിന് കൂടെ തന്നെ ഒരു പോസിറ്റീവ് പ്രഷർ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് പ്രഷർ പൊട്ടൻഷ്യൽ. അതെപ്പോഴും പോസിറ്റീവ് ഇൻ ചാർജ് ആണ്. ഇറ്റ് ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓർ ടർഗർ പ്രഷർ. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറോ അല്ലെങ്കിൽ ടർഗർ പ്രഷറോ ആയിട്ട് ഇതിന് പറയാം, പ്രഷർ പൊട്ടൻഷ്യലിനെ പറയാം പോസിറ്റീവ് ഇൻ ചാർജ് ആണ്. ടർഗിഡിറ്റി വിൽ ഇൻക്രീസ് ദ പ്രഷർ പൊട്ടൻഷ്യൽ. ടർഗിഡിറ്റി എന്ന് പറഞ്ഞത് നമ്മളെ ഇതിനെ ഒരു സെല്ല് വീർക്കുന്ന അവസ്ഥ, ടർഗിഡാവുക. അപ്പോൾ അതിൻ്റെ പ്രഷർ പൊട്ടൻഷ്യൽ കൂടുതലും. നെക്സ്റ്റ് ടോപ്പിക് ഓസ്മോസിസ്. നെക്സ്റ്റ് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ഓർ എനി അതർ സോൾവെന്റ് മോളിക്യൂൾസ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതാണ് ഓസ്മോസിസ്. എന്താണ് ഡിഫ്യൂഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ the movement of the molecules from the higher concentration to lower concentration. അതാണ് ഡിഫ്യൂഷൻ. ഇവിടെ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ വാട്ടർ മോളിക്യൂൾസോ അല്ലെങ്കിൽ സോൾവൻസോ പോകുന്നതിനാണ് പറയുന്നത് ഓസ്മോസിസ്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഓസ്മോസിസിനെ എഫക്റ്റ് ചെയ്യുക? പ്രഷർ, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഗ്രേഡിയൻറ്റ്, ആ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ. അതാണ് ഈ രണ്ട് ഫാക്ടേഴ്സ്, പ്രഷർ ഗ്രേഡിയൻറ്റും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും ആണ് ഇതിനെ ഓസ്മോസിസിനെ എഫക്റ്റ് ചെയ്യുക. ഇനി എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്തു. ആ വെള്ളത്തിനകത്ത് ഒരു ഫണൽ കടത്തി വിട്ടു. ഫണലിൻ്റെ ലാസ്റ്റ് ബേസിൽ ഒരു എഗ് മെമ്പറൈൻ ഉണ്ട്, അതിന് കെട്ടി. ഈ ഫണലിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് നിറച്ചു? സൂക്രോസ് സൊല്യൂഷൻ നിറച്ചു എന്ന് പറഞ്ഞാൽ പഞ്ചസാര വെള്ളം നിറച്ചു. എന്നിട്ട് വെള്ളത്തിനകത്ത് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ പ്യുവർ വാട്ടർ ആണ് ഈ ബീക്കറിൻ്റെ ഉള്ളിലുള്ളത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ വാട്ടർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ഈ സെമി പെർമിയബിൾ മെമ്പറിൽ കൂടെ ഇത് മുകളിലേക്ക് കിടക്കും. കാരണം ഇതിനുള്ളിൽ സൂക്രോസ് സൊല്യൂഷൻ, അവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ലെസ് ആണ്. ഇത് സെമി പെർമിയബിൾ കൂടെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഓസ്മോസിസ്.
നെക്സ്റ്റ് ഇവിടെ നമ്മൾ പ്രഷർ ഇവിടെ നമുക്ക് ഇതിൽ കൂടെ പ്രഷർ അപ്ലൈ ചെയ്യുക, എയർ അപ്ലൈ ചെയ്യുന്നത്. സ്വാഭാവികം എയർ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് ഇങ്ങോട്ട് എൻ്റർ ചെയ്യണത് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇത് ഇങ്ങോട്ടേക്ക് തള്ളുകയാണ്. നമ്മൾ പ്രഷർ അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടത്തേക്ക് വെള്ളം പോവില്ല. ആ പ്രഷറിനെ പറയുന്ന പേരാണെന്ത്? ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോസിസ് നടക്കുന്നതിൻ്റെ എതിരായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്ന പേരാണെന്ത്? ഓസ്മോട്ടിക് പ്രഷർ. ദ പ്രഷേഴ്സ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ പാസേജ് ഓഫ് ദ വാട്ടർ കംപ്ലീറ്റ്ലി. അതാണെന്ത്? ഓസ്മോട്ടിക് പ്രഷർ. പ്രഷർ വിച്ച് ഈസ് ഡെവലപ്ഡ് ഇൻ ദ സൊല്യൂഷൻ. ഈ സൊല്യൂഷനിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യണം. ഈ സൊല്യൂഷൻ വെൻ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് പ്യുവർ സോൾവെന്റ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. പ്യുവർ സോൾവെന്റുമായിട്ട് അത് സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് നിൽക്കുമ്പോൾ ഇവിടുന്ന് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ പറയുന്ന പേരാണെന്ത്? ഓസ്മോട്ടിക് പ്രഷർ. പ്രഷർ വിച്ച് ഈസ് അപ്ലൈഡ് എക്സ്റ്റേണലായിട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി എന്താണ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ? ഒരു സെല്ലിന് 3 അവസ്ഥ ഉണ്ടാവും. ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആൻഡ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. നമ്മുടെ ഓരോരുത്തരുടെയും സെല്ലിനകത്ത് സെൽ വോൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിനാണ്. സെൽ വോൾ കടന്നു പോകാൻ സെൽ വോൾ എല്ലാ സാധനത്തിനെയും കടത്തിവിടും. പക്ഷേ ഈ പ്ലാസ്മ മെംബ്രെയിൻ എല്ലാത്തിനെയും കടത്തിവിടില്ല. അത് ഹയർ കോൺസെൻട്രേഷനിലാകും. ആ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ എല്ലാത്തിനെയും സ്മൂത്ത് ആയിട്ട് കടത്തിവിടില്ല. ചില പാർട്ടിക്കിൾസിന് കടത്തിവിടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോറിൻസ് വേണം, പ്രോട്ടീൻ മോളിക്യൂൾസ് വേണം. അതേപോലെ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിനകത്തുള്ള സൈറ്റോപ്ലാസവും പുറത്തുള്ള സൊല്യൂഷനും ഒരേപോലെയുള്ള അവസ്ഥ. സെല്ലിനകത്തുള്ള സൈറ്റോപ്ലാസത്തിൻ്റെ കോൺസെൻട്രേഷനും സെല്ലിന് പുറത്തുള്ള സൊല്യൂഷനും ഒരുപോലത്തെ അവസ്ഥയാണെങ്കിൽ, രണ്ടിൻ്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആണെങ്കിൽ, ഈ സെല്ലിനകത്തുനിന്ന് പുറത്തോട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് അകത്തോട്ടോ പാർട്ടിക്കിൾസ് മൂവ്മെൻറ്റ് നടക്കില്ല. അങ്ങനത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഫ്ലാസിഡ്. ആ സെല്ലിൻ്റെ ആ അവസ്ഥക്ക് പറയുന്ന പേരാണ് ഫ്ലാസിഡ്. അതാണ് ഐസോട്ടോണിക്. ഇറ്റ് ഈസ് എ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എൻ എക്സ്റ്റേണൽ സൊല്യൂഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിനകത്തും പുറത്തും ഉള്ള ഇത് എന്താണ്? ഒരേപോലെ ഈക്വലായ. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനെ പറയുന്ന പേരാണെന്ത്? ഐസോട്ടോണിക് സൊല്യൂഷൻ. ദ സെൽ ഈസ് സെഡ് ടു ബി ഫ്ലാസിഡ്. In case hypotonic solution, if the external solution is less concentration, സെല്ലിന് പുറത്തുള്ളത് ലെസ് കോൺസെൻട്രേഷനും സെല്ലിന് അകത്തുള്ളത് എന്താണ്? ഹൈ കോൺസെൻട്രേഷൻ ആണെന്ന് വിചാരിക്കുക. If the external solution is less concentrated than that of the cytoplasm, സൈറ്റോപ്ലാസത്തിനേക്കാളും ലെസ് കോൺസെൻട്രേറ്റഡ് ആണ്. ഇപ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുതലുണ്ട് എന്ന് കരുതുക. ഇതിന് സൈറ്റോപ്ലാസത്തിനകത്ത് പുറത്തുള്ളതിനേക്കാളും സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുതലുണ്ട്. സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക? പുറത്തുള്ള വാട്ടർ മോളിക്യൂൾസ് അകത്തേക്ക് കടക്കും. കുറവാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു നിന്നും അകത്തേക്ക് കടക്കും. അങ്ങനെ അകത്തേക്ക് കടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? സെല്ല് വീർക്കും. സെല്ല് വീർക്കുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് ടർഗീഡ്. ഇഫ് ദ എക്സ്റ്റേണൽ സൊല്യൂഷൻ ഈസ് ലെസ് കോൺസെൻട്രേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ദ സൈറ്റോപ്ലാസം, സൈറ്റോപ്ലാസത്തിനേക്കാൾ ലെസ് കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അത് അകത്തേക്ക് കിടക്കും. അപ്പം അങ്ങനെ അകത്ത് കിടക്കുമ്പോൾ എന്താവുക? സെല്ല് വീർക്കും. അതിന് പറയുന്നത് ടർഗീഡ്. അതാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. നെക്സ്റ്റ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. സെല്ലിനകത്തുള്ള സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുക. സെല്ലിൻ്റെ ദ എക്സ്റ്റേണൽ സൊല്യൂഷൻ ഈസ് മോർ കോൺസെൻട്രേറ്റഡ്. എക്സ്റ്റേണൽ സൊല്യൂഷൻ മോർ കോൺസെൻട്രേറ്റഡ് ആവുക. അതേപോലെ സെല്ല് എന്താണ്? ലെസ് കോൺസെൻട്രേറ്റഡ് ആവുക. എന്ന് പറഞ്ഞാൽ സെല്ലിനകത്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കുറവും പുറത്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുതലുമുള്ള അവസ്ഥ. അങ്ങനെ ആകുമ്പോൾ സെല്ലിനകത്ത് നിന്നുള്ള വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ സെല്ലൊന്ന് ചുരുങ്ങും. അതിനെ പറയുന്നതാണ് പ്ലാസ്മോലൈസ്ഡ്. സെല്ലെന്തെയും ഷ്രിങ്ക് ചെയ്യും. നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം
പുറത്തേക്ക് പോകും. അങ്ങനെയാണ് മാങ്ങ ചുരുങ്ങുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് പ്ലാസ്മോലൈസ്ഡ് ആവുകയാണ് അല്ലേ? ആ വോള് പ്ലാസ്മോലൈസ്ഡ് ആവുകയാണ്. ഇത്രയാണ്. അപ്പം എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഓഫ് ദ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് ത്രൂ എ സെമി പെർമീബിൾ മെംബ്രെയിൻ. ഓസ്മോട്ടിക് പ്രഷർ, ദ പ്രഷർ എക്സേർട്ടഡ് ഓപ്പോസിറ്റ് ദ ഓസ്മോസിസ്. ഓസ്മോസിസിനെതിരായി നടത്തുന്ന പ്രഷറിനെ പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ 3 തരമുണ്ട്: ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഇവിടെ ഐസോട്ടോണിക് സൊല്യൂഷന് സെല്ലിനകത്തും പുറത്തുമുള്ള വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷനും സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷനും ഈക്വൽ ആയിരുന്ന അവസ്ഥ. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ സെല്ലിനകത്തുള്ള കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് കൂടുക, പുറത്തുള്ളത് സോളിഡ് പാർട്ടിക്കിൾസ് കുറയുക. അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ പുറത്ത് കൂടുതലും സെല്ലിനകത്ത് കുറയുന്ന അവസ്ഥ. വാട്ടർ മോളിക്യൂൾസ് കുറയുകയാണെങ്കിൽ പുറത്തു നിന്നും അകത്തേക്ക് വെള്ളം കയറും. ദ സെൽ വിൽ ബി ടർഗിഡ്. അത്തരം അവസ്ഥക്കാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പർ ആണെങ്കിൽ സെല്ലിനകത്താണ് വാട്ടർ മോളിക്യൂൾസിൻ്റെ കണ്ടന്റ് കൂടുതലും, പുറത്ത് കുറവാണെങ്കിൽ അകത്തു നിന്നും പുറത്തേക്ക് പോകുമ്പോൾ വെള്ളം ഇവിടെ ചുരുങ്ങും. അപ്പോൾ അത് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. നെക്സ്റ്റ് എൻഡോസ്മോസിസ്. Endosmosis means the osmotic inflow of water into the cell when it is placed in a hypotonic solution. ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ അകത്തുള്ള വാട്ടർ പാർട്ടിക്കിൾസിനേക്കാളും കൂടുതൽ വാട്ടർ പാർട്ടിക്കിൾസ്, വാട്ടർ മോളിക്യൂൾസ് പുറത്തുണ്ടെങ്കിൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ അകത്തേക്ക് വെള്ളം കടക്കും. അങ്ങനെ സെല്ല് വീർക്കും. അതിന് പറയുന്നത് ടെർഗിഡിറ്റി. ടെർഗിഡാവും. അങ്ങനെ സെല്ലിനകത്തേക്ക് വെള്ളം കടക്കുന്നല്ലേ, അതാണ് എൻഡോസ്മോസിസ്. ഇനി എക്സോസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിനകത്തെ വെള്ളമാണ് വാട്ടർ പാർട്ടിക്കിൾസ് കൂടുതൽ, പുറത്ത് കുറവാണെന്ന് വിചാരിച്ചാൽ അകത്തെ വെള്ളം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ചുരുങ്ങും. സെല്ല് ഒന്ന് ഷ്രിങ്ക് ചെയ്യും, പ്ലാസ്മോലൈസ്ഡ് ആയിട്ട് മാറും. അതാണ് എന്ത്? എക്സോസ്മോസിസ്. നെക്സ്റ്റ് പ്ലാസ്മോലൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് അതിനേക്കാളും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ ഭാഗത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ, മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ കണ്ണിമാങ്ങ ഷ്രിങ്ക് ചെയ്യും. അതാണ് എന്ത്? പ്ലാസ്മോലൈസിസ്. പ്ലാസ്മോലൈസിസ് അകത്തെ വെള്ളം പുറത്തു പോയി കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ചെയ്യുന്ന അവസ്ഥക്ക് പറയുന്നത് പ്ലാസ്മോലൈസിസ്. ഡിപ്ലാസ്മോലൈസിസ് എന്ന് പറഞ്ഞാൽ തിരിച്ചും ആ പ്ലാസ്മോലൈസ്ഡ് ആയിട്ടുള്ള സെല്ല് തിരിച്ചും വെള്ളത്തിലേക്ക് കൊണ്ടിടുക. അപ്പോൾ അതാക്കണത് ആ ഷ്രിങ്ക് ചെയ്ത സാധനമൊക്കെ നമ്മൾ വികസിക്കും. അതാണെന്ത്? ഡിപ്ലാസ്മോലൈസിസ്. നെക്സ്റ്റ് ടർഗർ പ്രഷർ. ടർഗർ പ്രഷർ എന്താ? ഒരു സെല്ലിനകത്ത് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനകത്ത് കടത്തി കഴിഞ്ഞാൽ സെല്ല് വീർക്കും, ടർഗിഡാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സെല്ല് വീർക്കുമ്പോൾ അതിനുള്ളിലത്തെ പ്രോട്ടോപ്ലാസം ഔട്ടർ സെല്ലിൻ്റെ സെൽ വോളിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. ഈ സെല്ല് ടെർഗിഡ് ആവുമ്പോൾ ഒരു പ്രഷർ അതിൻ്റെ സെൽ വോളിലേക്ക് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യും. അതാണെന്ത്? ടെർഗർ പ്രഷർ. നെക്സ്റ്റ് ഇംബൈബിഷൻ. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എ ഡിഫ്യൂഷൻ. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ദ ഡിഫ്യൂഷനാണ്. സോളിഡ് പാർട്ടിക്കിൾസ് ഇടുക. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എ ഡിഫ്യൂഷൻ വെൻ എ വാട്ടർ ഈസ് അബ്സോർബ്ഡ് ബൈ ദ സോളിഡ്സ് ഓർ collides, causing them to enormous increase in size. ഉണക്കപ്പയറോ കടലയോ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വീർക്കും. അതൊരു ഇംബൈബിഷനാണ്. ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതൊന്ന് വീർക്കും. മഴക്കാലത്ത് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറൊക്കെ മരത്തിൻ്റെ ഡോറാണെങ്കിൽ അടക്കാൻ, കാരണം അത് വികസിച്ചിട്ടുണ്ട് എന്നർത്ഥം. എനോർമസ് ഇൻക്രീസ് വന്ന് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും ഇൻക്രീസ് ആവുകയാണ് അത് വാട്ടർ പാർട്ടിക്കിൾസ് ഇതിലേക്ക് കയറുമ്പോൾ. അതാണ് എന്ത്? ഇംബൈബിഷൻ. നോക്കാം. എൻഡോസ്മോസിസ് എന്താ? ദ ഓസ്മോട്ടിക് ഇൻഫ്ലോ ഓഫ് വാട്ടർ ഇൻടു എ സെൽ വോൾ സെൽ when it is placed in a hypotonic solution it result turbidity. സെൽ വീർത്തരവസ്ഥ. Exosmosis is the നേരെ opposite. The osmotic outflow of the water from a cell when it is placed in a hypertonic solution വെച്ച് കഴിഞ്ഞാൽ അകത്തെ വെള്ളം പുറത്തേക്ക് പോകും.
റിസൾട്ട് പ്ലാസ്മോലൈസ്ഡ് ഷെൽ സെല്ല് ഷ്രിങ്ക് ചെയ്ത് ചുരുങ്ങുന്ന അവസ്ഥ. നെക്സ്റ്റ് പ്ലാസ്മോലൈസിസ് എന്താണ്? ദ ഷ്രിങ്കേജ് ഓഫ് ദ പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് ദ പ്ലാന്റ് സെല്ലാണ് എന്ത്? പ്ലാസ്മോലൈസ്ഡ്. അത് തിരിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ ഉണ്ട് ഡീപ്ലാസ്മോലൈസ്ഡ്. ഇറ്റ് ഈസ് if a plasmolysed plant cell is immediately placed in the hypotonic solution, it is deplasmolysis. Target pressure applied, pressure exerted by a protoplasm due to the entry of the water against the rigid cell wall is called as the pressure potential അല്ലെങ്കിൽ target pressure. Next, imbibition. It is a special type of a diffusion when a water is absorbed by a solid or collides, causing them an enormous increase in the volume. Enormous increase ആയിട്ട് അതിൻ്റെ വോളിയം കൂടി വരിക, അതിനെ പറയണതാണ് ഇംബൈബിഷൻ. ഈ കടലയും ഉണക്കപ്പയറൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, ഗ്രീൻ പീസ് ഒക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വീർക്കുന്ന അവസ്ഥ, അതാണ് എന്ത്? ഇംബൈബിഷൻ. താങ്ക് യു.